മങ്ങിയ ഉപഗ്രഹ ചിത്രങ്ങളായിരുന്നു. പക്ഷേ ആ ചിത്രത്തിലുടനീളം വ്യക്തമായി കണ്ടത് ഇസ്രായേലിന്റെ കത്തിക്കരിഞ്ഞ സൈനിക കേന്ദ്രങ്ങളും തകർന്ന വ്യോമത്താവളങ്ങളുമായിരുന്നു. വർഷങ്ങളായി അഭേദ്യ പ്രതിരോധ കവചം, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സൈനിക ശക്തി എന്ന പേരിൽ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇസ്രായേൽ സൈനിക സംവിധാനത്തിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുകയാണ്. ഇറാനും ഹിസ്ബുള്ളയും നടത്തിയ പ്രതിരോധ ആക്രമണങ്ങൾ വെറും പ്രതീകാത്മക മറുപടികളായിരുന്നില്ല എന്നാണ് പുതിയ ഉപഗ്രഹ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ നിർണായക വ്യോമതാവളങ്ങൾ, രഹസ്യ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് സംവിധാനങ്ങൾ, യുദ്ധവിമാന സർവീസ് മേഖലകൾ വരെ ആക്രമണത്തിൽ ഗുരുതരമായി ബാധിച്ചിരിക്കാമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് മറ്റൊന്നാണ്. പുറത്തുവിട്ട ചിത്രങ്ങൾ മനഃപൂർവ്വം മങ്ങിയതായിരുന്നിട്ടും അതിലെ നാശനഷ്ടങ്ങൾ മറയ്ക്കാൻ കഴിയാത്ത ഒരവസ്ഥ. കത്തിക്കരിഞ്ഞ മേഖലകൾ, തകർന്ന സൈനിക സൗകര്യങ്ങൾ, ദിവസങ്ങളോളം കത്തിയ തീയുടെ അടയാളങ്ങൾ എല്ലാം തന്നെ ഇസ്രായേൽ പൊതുജനങ്ങളിൽ നിന്ന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ എന്ന വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. ഒരിക്കൽ മിഡിൽ ഈസ്റ്റിലെ അജേയ ശക്തിയായി സ്വയം അവതരിപ്പിച്ചിരുന്ന ഇസ്രായേൽ ഇന്ന് ആദ്യമായി സ്വന്തം സൈനിക കേന്ദ്രങ്ങൾ പോലും പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ എന്ന സംശയവും ശക്തമാവുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങളെക്കാൾ ഏറെ ഗുരുതരമായ നാശനഷ്ടങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ മാധ്യമമായ യദിയോത്ത് അർഹനോത്ത് പുറത്തുവിട്ട ചിത്രങ്ങൾ മനഃപൂർവ്വം കുറഞ്ഞ റെസല്യൂഷനിൽ നൽകിയതും സൈനിക സെൻസർഷിപ്പിന്റെ അനുമതിയോടൊപ്പം പ്രസിദ്ധീകരിച്ചതുമാണ് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. കാരണം ചിത്രങ്ങൾ മങ്ങിയതാണെങ്കിലും അതിലെ കത്തിക്കരിഞ്ഞ മേഖലകളും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളും വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. സെന്റിനൽ-2 ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലന പ്രകാരം ഇസ്രായേലിന്റെ പ്രധാന വ്യോമസേനാ കേന്ദ്രങ്ങളിലൊന്നായ രാമത്ത് ഡേവിഡ് എയർബേസ് 2 ഭാഗങ്ങളിലായി ആക്രമിക്കപ്പെട്ടു. ഒരു ഭാഗത്ത് സഹായ വാഹനങ്ങളും സൈനിക ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന മേഖല തകർന്നതായി കാണപ്പെടുന്നു. മറ്റൊരു ഭാഗം യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും സർവീസ് നടത്താനും ഉപയോഗിച്ചിരുന്ന നിർണായക സാങ്കേതിക മേഖലയായിരുന്നു. അതായത് ആക്രമണം വെറും ഭീഷണിപ്പെടുത്തലല്ല, ഇസ്രായേലിന്റെ വ്യോമ യുദ്ധശേഷിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള കൃത്യമായ ഒന്നായിരുന്നു എന്നാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അതിലും വലിയ ആശങ്ക ഉയർത്തുന്നത് സഫേദിന് സമീപമുള്ള യൂണിറ്റ് 8200ന്റെ വിഷാർ ബേസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. ഇസ്രായേലിന്റെ അതീവ രഹസ്യ സിഗ്നൽ ഇന്റലിജൻസ് കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഈ താവളത്തിൽ മാർച്ച് 5-നും 10-നും ഇടയിൽ ആക്രമണം നടന്നിരിക്കാമെന്ന് ഉപഗ്രഹ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ ഹൃദയ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഒരു കേന്ദ്രം പോലും സുരക്ഷിതമല്ല എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. മാർച്ച് 25-ന് നെവാറ്റിം വ്യോമതാവളത്തിലും വ്യക്തമായ നാശനഷ്ടങ്ങൾ കണ്ടെത്തി. അമേരിക്കൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ താവളം ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുതന്നെയായിരുന്നു. അതേസമയം ഹിസ്ബുള്ള ഡ്രോണുകളുടെ കൂട്ടാക്രമണം നടത്തിയതായി പ്രഖ്യാപിച്ച ദിവസം തന്നെ ക്യാമ്പ് ഷിംഷോണിൽ ഉണ്ടായ വൻ തീപിടുത്തം കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെച്ചു. ഉപഗ്രഹ ചിത്രങ്ങളിൽ തീ നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്നതും ഏകദേശം 200 മീറ്റർ പ്രദേശത്തേക്ക് വ്യാപിച്ചതും വ്യക്തമായി കാണപ്പെട്ടു. മുമ്പത്തെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മേഖല സൈനിക വാഹനങ്ങൾക്കും ലോജിസ്റ്റിക്കൽ തയ്യാറെടുപ്പുകൾക്കുമായി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണെന്ന് വ്യക്തമാണ്. ഇതോടെ ഇസ്രായേൽ വർഷങ്ങളായി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിരുന്ന അഭേദ്യ പ്രതിരോധ കവചമെന്ന അവകാശവാദം ചോദ്യം ചെയ്യപ്പെടുകയാണ്. യഥാർത്ഥ നാശനഷ്ടങ്ങൾ പുറത്തു വന്നാൽ അത് ആഭ്യന്തര രാഷ്ട്രീയത്തെയും സൈനിക ആത്മവിശ്വാസത്തെയും ബാധിക്കാവുന്ന ഭയത്തിലാകാം വിവരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതെന്ന വിമർശനവും ശക്തമാവുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധകാലത്ത് ഇറാൻ ഏകദേശം 670 മിസൈലുകളും 765 ഡ്രോണുകളും ഇസ്രായേൽ ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിച്ചു. ബാലിസ്റ്റിക് മിസൈലുകൾ സംബന്ധിച്ച വിഷയങ്ങൾ ഇറാൻ-അമേരിക്ക വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാന വിഷയമല്ലാത്തത് ഇസ്രായേൽ സൈനിക നേതൃത്വത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്ക-ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് പശ്ചാത്തലം മാറിയത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട വ്യോമാക്രമണങ്ങളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളും ഇറാനെ കടുത്ത തിരിച്ചടിയിലേക്ക് നയിച്ചു. അതിന് പിന്നാലെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ ഇറാൻ ആരംഭിച്ച പ്രതിരോധ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലായിരുന്നു ലക്ഷ്യമിട്ടത്. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിൽ 8 മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും യുദ്ധം യഥാർത്ഥത്തിൽ അവസാനിച്ചിട്ടില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതെല്ലാം ചേർന്നപ്പോൾ ലോകം ഇപ്പോൾ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യം യഥാർത്ഥത്തിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ വെറും പ്രതിരോധ ശക്തികളായി കണക്കാക്കപ്പെട്ടിരുന്ന ഇറാനും ഹിസ്ബുള്ളയും ഇന്ന് ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമായ സൈനിക കേന്ദ്രങ്ങൾ പോലും കൃത്യമായി ലക്ഷ്യമിടാൻ കഴിയുന്ന ശേഷിയിലേക്ക് വളർന്നുവെന്ന സൂചനകളാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുന്നത്. ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളുടെ തകർച്ചയും അതിലൂടെ പുറത്തുവരുന്ന രഹസ്യങ്ങളും വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ സംഘർഷങ്ങളുടെ തീവ്രത കൂട്ടുമെന്നതിൽ തർക്കമില്ല. ആകാശത്തു നിന്നുള്ള ഈ ഉപഗ്രഹ കാഴ്ചകൾ കേവലം ചിത്രങ്ങളല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ഒരു പുതിയ സൈനിക യുഗത്തിന്റെ പിറവി വിളിച്ചോതുന്ന രേഖകളാണ്. വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകളോ അതോ കൂടുതൽ ശക്തമായ സൈനിക നീക്കങ്ങളോ ഈ മേഖലയെ നയിക്കുക എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.